കാസർഗോഡ് ബദിയടുക്കയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. ബദിയടുക്ക സ്വദേശി വിഷ്ണുവാണ് സ്പെഷ്യൽ ടീമിന്റെ പിടിയിലായത്. വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് നഗ്നചിത്രം കൈമാറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായത്. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മലാക്കയിലെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന സമീപത്തെ പന കുത്തിമറിച്ചിട്ടു. പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് ആന കാടുകയറിയത്. ആതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കാട്ടാന ലോറി ആക്രമിച്ചു. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയാണ് ആക്രമിച്ചത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെ ടോട്ട ഗലി മേഖലയിൽ കാട്ടുതീ പടർന്നു. ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി തീയണയ്ക്കുവാനുള്ള ശ്രമം തുടരുന്നു. കൊല്ലം ശൂരനാട് കോമളവല്ലീശ്വരം ദേവി ക്ഷേത്രത്തിൽ ഓണക്കാല പൂവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. വിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷി നടത്തുന്നത് ആദ്യമായിട്ടാണെന്ന് ഭാരവാഹികൾ. തൈനടിയിൽ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റാന്നിയിൽ റോഡിനു നടുവിൽ നിർത്തി ആളെ കയറ്റിയ സ്വകാര്യ ബസിന്റെ പിന്നിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. നാറാണം മൂഴി സ്വദേശി അലനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. മലപ്പുറം അരീക്കോട്ട് MSF KSU പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനിടെ മുസ്ലിം ലീഗ് പതാക ഉയർത്തിയതിനെ തുടർന്ന്. KSU ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ MSF പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്.